ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൻ്റെ ഞാൻ ഒരു പാർട്ട് ഇട്ടതാണ്, നിങ്ങളത് കയറി കാണണേ കേട്ടോ. അത് കണ്ടതിന് ശേഷമേ 2ാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ, കാരണം അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ പേജ് നമ്പർ 132 വെൻ ലൈൻസ് ഇൻ്റർസെക്റ്റ്, മുറിച്ച് കിടക്കുക. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മുറിക്കുക എന്ന് കേട്ടോ. വെൻ ലൈൻസ് ഇൻ്റർസെക്റ്റ്, മുറിച്ചു കിടക്കുന്ന വരകൾ. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, വി ഹാവ് സീൻ ദാറ്റ് വെൻ എ ലൈൻ മീറ്റ് അനദർ ലൈൻ, 2 angles are formed. And if we known one of these, the other can be calculated. ഒരു വരയെ മറ്റൊരു വര മുട്ടുമ്പോൾ, നോക്കൂ നിങ്ങളെ, ഈ വരയെ വേറെ ഒരു വര വന്ന് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളിൽ, ഇവിടെ നോക്കിയേ, ഒരു ഒറ്റ വരയായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നേരെ ഒരു വര ഇരിക്കുകയാണ്. നേരെയല്ല, ഇനി ചരിഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടി, ഇവിടെ വന്ന് മുട്ടിയല്ലോ. അങ്ങനെ മുട്ടുമ്പോൾ 2 കോണുകൾ ഉണ്ടാകുന്നു അല്ലേ. ഓക്കെ, 2 കോണുകൾ ഉണ്ടാകുന്നു. ഇതിൽ ഒരെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കോൺ അറിയാൻ പറ്റും എന്നാണ്. എന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് നമ്മുടെ ആ തിയറം നമ്മുടെ ലാസ്റ്റ് തൊട്ടിപ്പുറത്തെ, അതായത് 134ാമത്തെ പേജിൽ, 136ാമത്തെ പേജിലാണ് കേട്ടോ. അതായത് ഞാനങ്ങ് പറയാം, ഈ പേജ് അങ്ങോട്ട് പോകണ്ട, ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുട്ടുമ്പോൾ കേട്ടോ, അതായത് ലീനിയർ പെയർ എന്നാണ് കറക്റ്റ് അതിനെ പറയുന്നത്. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാണ് പറയുന്നത്, മനസ്സിലാക്കണേ. ഇതിപ്പോൾ നോക്കിയേ, ഒരു വരയാണ്, അതിൽ വന്ന് മറ്റൊരു വര വന്ന് തന്നെ ഇങ്ങനെ മുട്ടുമ്പോൾ ഇവിടെ എന്താ, ഏതെങ്കിലും ഒരു വശത്തെ മെഷർ നമുക്ക് തരും. ഒന്നുകിൽ ഈ വലിയ ആംഗിളോ അല്ലെങ്കിൽ ഈ ചെറിയ ആംഗിളോ ഏതെങ്കിലും ഒന്ന് നമുക്ക് തരും. അപ്പം നമുക്ക് മറ്റേ വശം കണ്ടുപിടിക്കാം. എന്താണെന്നറിയാമോ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ആയിരിക്കും. അതങ്ങ് പഠിച്ച് വെച്ചേക്കാം. നമ്മളത് 1ാമത്തെ പാർട്ടി പറഞ്ഞതാ, എന്നാലും ഒന്നുകൂടെ പറയുക. ഒരു വരയെ അല്ലെ ഒരു ലൈനിലെ മറ്റൊരു ലൈൻ വന്ന് മുട്ടുമ്പോൾ അപ്പോൾ എന്താ, ഇവിടെ 2 ആംഗിളുകൾ അല്ലേ, 2 കോണുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. നോക്കിയേ, 1, 2 കോണുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തോണം, എന്താ, അങ്ങനെ വന്ന് മുട്ടുമ്പോൾ അത് 180 ഡിഗ്രിയാണ്. അതങ്ങ് കാണാതെ പഠിച്ചോണം കേട്ടോ. 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 70 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ വശം നമ്മൾ എങ്ങനെ കാണും? നമുക്കറിയാം, ഇങ്ങനെ ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടുമ്പോൾ എത്രയായിരിക്കും അവിടെ, അതിനെക്കുറിച്ച് നല്ല താപ്പോട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കിക്കേ, 180യിൽ നിന്നും 70 അങ്ങ് കുറച്ചാൽ മതി. എത്രയാണോ നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ, എത്രയാണോ നമുക്കിപ്പോൾ 70 തന്നെങ്കിൽ 180യിൽ നിന്നും ആ 70 അങ്ങ് കുറയ്ക്കണം കേട്ടോ. 180ൽ നിന്ന് 70 പോലെ എത്ര, 110 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര, 110 ഡിഗ്രി ആയിരിക്കും. അത് പഠിച്ചോ? എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് നോക്കിയേ, ഈ പടത്തിൽ ഇപ്പുറത്തെ സൈഡ് നോക്കൂ നിങ്ങൾ, 110 അല്ലേ, 110 തന്നിരിക്കുക. ഇപ്പുറത്തെ വശം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഒന്നും ആലോചിക്കേണ്ട, ഇങ്ങനൊരു പടം എപ്പം നിങ്ങൾ കണ്ടാലും 180യിൽ നിന്നും അല്ലെങ്കിൽ 180ൽ നിന്നും തന്നിരിക്കുന്നത് എത്ര ആണോ അതങ്ങ് കുറച്ച് കാണിക്കുക. 110 തന്നെങ്കിൽ ആ 110 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ എത്ര, 180യിൽ 110 പോയാൽ ബാക്കി 70 വരും. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് വി എക്സ്റ്റെൻഡ് ദ സ്ലാൻഡഡ് ലൈൻ ഡൗൺവേർഡ് കട്ടിങ് ദ ഹൊറിസോണ്ടൽ ലൈൻ. ഈ മുകളിലെ വര, മുകളിൽ നിന്ന് താപ്പോട്ട് വരച്ചേക്കുന്ന ഈ വര, വിലങ്ങനെയുള്ള വര, ദാണ്ട് ഈ വരയാണ്, ഈ വരയ്ക്കാണ് ഈ വര വന്ന് മുട്ടിയത്. അത് കുറച്ചുകൂടി താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലോ കേട്ടോ. ഈ നമ്മൾ ഇതുവരെ ഇവിടെ വരെയാണ് പഠിച്ചത്, അതായത് ഒരു വര, ആ വരയെ മറ്റൊരു വര വന്ന് മുട്ടുന്നു. ഇത്രയും നമ്മൾ പഠിച്ചുള്ളൂ. പക്ഷേ ആ പഠിച്ചതെന്ന് ഓർത്തോണം, ഇതിൻ്റെ മൊത്തം മെഷർ എന്ന് പറയുന്നത് എത്ര, 180 ഡിഗ്രിയാണ് കേട്ടോ. അത് നല്ലപോലെ പഠിച്ചോടെ. അങ്ങനെയാണെങ്കിൽ അവർ പറയുവാന്നേ, ഈ വര നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ താപ്പോട്ട് വരച്ചാലോ. എങ്ങനെയായിരിക്കും നിങ്ങളെ? ഈ വര കുറച്ചുകൂടെ താപ്പോട്ട് വരച്ചാൽ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. ഇതൊരു എളുപ്പവഴി പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയാ, 70 തന്നെ ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര, ഇവിടെയും 100 തന്നെ ആയിരിക്കും. 100 അല്ല, 110 അല്ലേ. ഇവിടെ 110 70 ആണ് 180. ഇവിടെ നോക്കൂ നിങ്ങളെ, അടുത്തടുത്ത നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതായത്
ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് മറച്ചേ, ഇത് മറച്ചിട്ട് നോക്കിക്കേ. നമ്മൾ നേരത്തെ വരച്ച അതേ വരയല്ലേ, ഇല്ലയോ? എന്ന് വെച്ചാൽ എന്താ, ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയപ്പോൾ, കണ്ട, ഇതൊരു വര, ഈ ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180. നോക്കി, ഇവിടെ 110ഉം ഇവിടെ 70ഉം, അല്ലേ? അടുത്തടുത്ത രണ്ട് രേഖീയ ജോഡി കേട്ടോ, രേഖീയ ജോഡി അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിങ്ങനെ 110ഉം 102 കൂടെ കൂട്ടുമ്പോൾ 180 വരണം കേട്ടോ. ഇനി അതല്ല, നമ്മൾ തിരിച്ചു നോക്കിയേ, ഇത് അടുത്തടുത്ത രണ്ടെണ്ണത്തിനെ നോക്കിയേ, അതും അടുത്തടുത്ത രണ്ടെണ്ണോടായപ്പോൾ എത്ര? 180 അല്ലേ വന്നത്. ഇനി ഇപ്പുറം നോക്കിയേ, ഇത് രണ്ടും കൂടി നോക്കിയേ, ഇതും രണ്ടും, ഏത് അടുത്തടുത്ത രണ്ടെണ്ണങ്ങൾ നിങ്ങൾ നോക്കിയേ, എല്ലാം എത്ര വരുന്നത്? 180 വരണം. ഇപ്പോൾ മനസ്സിലായോ? നോ വി ഹാവ് 2 ആംഗിൾസ് അറ്റ് ദ ബോട്ടം ആൾസോ. വാട്ട് ആർ ദെയർ മെഷേഴ്സ്? ഇപ്പോൾ താഴെയും 2 കോണുകളായി. ഇവിടെ അളവുകൾ എത്രയൊക്കെ ആയിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾ അത് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ലെറ്റ്സ് ഫസ്റ്റ് കാൽക്കുലേറ്റ് അതെങ്ങനെ ഒറ്റയടിക്കാണെങ്കിൽ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അവർ പറയുന്നത് നോക്കിയേ. ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ബോട്ടം റൈറ്റ് ആംഗിൾസ്. ഫോർ ദാറ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ജസ്റ്റ് ദ റൈറ്റ് പാർട്ട് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് സ്ലാൻഡഡ് ലൈൻ. ഈ സ്ലാൻഡഡ് എന്ന് വെച്ചാൽ ഈ ചരിച്ച് വരയ്ക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടോ. സ്ലാൻഡഡ്, ഹൊറിസോണ്ടൽ ഇങ്ങനെ നേരെ വരയ്ക്കുന്ന കേട്ടോ. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താപ്പോട്ട് വരയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ മലയാളം ഇംഗ്ലീഷൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇവിടെ താഴെ വലത്തുള്ള കോണ് ആദ്യം കണക്കാക്കാം. താഴെ നോക്കിയേ, ഇവിടുത്തെ താഴെ വലത്തുള്ള കോൺ കണക്കാക്കാം. അതിന് ചരിഞ്ഞ വരയും വിലങ്ങനെയുള്ള വരയുടെ വലത് ഭാഗം മാത്രം നോക്കാം. ഇവിടെ നോക്കുഞ്ഞേ, നമ്മൾ പറഞ്ഞു ഈ വര, വലിയ വരയെ വേറൊരു വര വന്ന് മുട്ടി 70 അല്ലേ. അപ്പോൾ എന്തോ ചെയ്യണം നമ്മൾ? 180ൽ നിന്നും 70 അങ്ങ് കുറയ്ക്കണം. അപ്പോൾ എത്ര വന്നു? 110 വന്നത്. എത്ര വന്നത്? 110 അല്ലേ വന്നത്, അല്ലേ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാം, നോക്കിയേ, ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. അതെത്ര നോക്കിയേ? 110 കേട്ടോ. അങ്ങനെയും ചിന്തിച്ചോണേ, 110. ചിലപ്പോൾ നിങ്ങൾ ഈ കൂട്ടുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നാലേ അവിടെ നോക്കിയാൽ മതി. ഇനി 70, ഇവിടെ 110 അല്ലേ, ഇവിടെ എത്ര വരും അപ്പം? 70. എന്താ? 110ഉം 70ഉമാണ് 180 കേട്ടോ. അങ്ങനെ അവർ ആ സ്റ്റെപ്പായിട്ട് താപ്പോട്ട് പറയുക. ഓഫ് ദ 2 ആംഗിൾസ് അറ്റ് ദ ബോട്ടം വി നൗ ഗെറ്റ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ഡോൺ വി, അല്ലേ? അപ്പോൾ താഴത്തെ കോണുകളുടെ വലതു കോൺ കിട്ടിയില്ലേ? വലത്തെ കോൺ കിട്ടി അല്ലേ? ഇതുപോലെ ചരിഞ്ഞ വരയും വിലങ്ങനെയുള്ള വരയുടെ ഇടത് ഭാഗം മാത്രം എടുത്താൽ, അപ്പോൾ ഇപ്പോഴത്തും എന്താ പറഞ്ഞാൽ ഈ 70 ആയിരിക്കും ഇവിടെ. അല്ലെങ്കിൽ 180ൽ നിന്ന് 110 കുറച്ചാൽ ഇവിടെ 70 വരും. അതുകൊണ്ട് ഇവിടെ 110 കേട്ടോ. അടുത്തടുത്ത 2 കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എന്ത് വരണം? 180 വരണം കേട്ടോ. Thus we have all the 4 angles made by 2 intersecting lines. ഈ വരകൾ മുറിച്ചുണ്ടാകുന്ന 4 കോണുകൾ ഇവിടെ നമുക്ക് കിട്ടിയില്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ക്യാൻ യു നൗ കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ് ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ നോക്കിയേ, ഇവിടെ ഇപ്പം നമുക്ക് 50 തന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് നിങ്ങളങ്ങ് ഓർത്തണം, ഓപ്പോസിറ്റ് സൈൻ അത് തന്നെയായിരിക്കും കേട്ടോ, 50. ഇനി അതും അല്ലെങ്കിൽ നോക്കിയേ, വലിയ വരയെ വേറൊരു വര വന്ന് മുട്ടി, അപ്പോഴേ ഓർത്തണം 180 മൈനസ് 50 കേട്ടോ. എത്ര? 130. അപ്പോൾ ഇവിടെ 130 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റും എത്ര? 130. സംശയം ഉണ്ടെങ്കിൽ ഈ 130ഉം 50 കൂടെ കൂട്ടിയേ, 180 വന്നില്ലേ കേട്ടോ. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും അടുത്തടുത്തുള്ള 2 എണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ കേട്ടോ, അത് ഇവിടുന്ന് ഇങ്ങോട്ടായാലും ഇവിടുന്ന് ഇങ്ങോട്ടായാലും എങ്ങനെ ചെയ്താലും രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ബോക്സിൽ നോക്കിയേ, ദ പിക്ചേഴ്സ് ബിലോ ഷോ വേരിയസ് പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. വൺ ഓഫ് ദ 4 ആംഗിൾസ് ദസ് മെയ്ഡ് ഈസ് ഗിവൺ ഇൻ ഈച്ച് പിക്ചർ. കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ് ആൻഡ് മാർക്ക് ദം ഇൻ ദ പിക്ചർ. അത് നോക്കിയേ, പേജ് നമ്പർ 134 കേട്ടോ. ദ പിക്ചർ ബിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വരകൾ മുറിച്ചു കിടക്കുന്ന ചില ചിത്രങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള 4 കോണുകളിൽ 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. ഒരു വരെ മറ്റൊരു വര വന്ന് മൊത്തത്തിൽ മുറിച്ചാൽ അവിടെ 4 കോണുകൾ അല്ലെങ്കിൽ 4 ആംഗിൾസുകളാണ് ഉണ്ടാകുന്നത് അല്ലേ. അത് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അളവ് നമുക്ക് ചിത്രത്തിലുണ്ട്. ബാക്കി 3 എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇതിന് ഇനി സെപ്പറേറ്റ് എഴുതുകയൊന്നും വേണ്ട, ഇത് കാണുമ്പോഴേ നമുക്കറിയാം. നോക്കിയേ, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര? 45 തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ അത് തന്നെ ആയിരിക്കും. ഫസ്റ്റ് അതങ്ങ് പഠിച്ച് വെച്ചേക്കണേ
കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ എപ്പോഴും അതങ്ങ് ഓർത്തോണം. നോക്കി, ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്, ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞു ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയാൽ അല്ലേ, അപ്പം എന്തോ ചെയ്യണം, 180 നിന്നും 45 അങ്ങ് കുറയ്ക്കണം. നോക്കിക്കേ, 0ൽ നിന്ന് 5 പറ്റത്തില്ല, ഇവിടുന്ന് കൊടുത്തു 10, 10ൽ നിന്ന് 5 പോയാൽ 5, പിന്നെ ഇവിടെ 7 ഉള്ളൂ, 7ൽ നിന്ന് 4 പോയാൽ 3, പിന്നെ 1, ഇവിടെ എത്ര, 135 ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്, 135. ഇനി നമുക്ക് കിട്ടിയത് ശരിയാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ കൂട്ടിയേ 180 വരുന്നുണ്ടോ, ഇത് രണ്ടും കൂടെ കൂട്ടിയേ 180 വരുന്നുണ്ടോ, ഇത് രണ്ടും കൂടി കൂട്ടിയേ 180 വരുന്നുണ്ടോ, കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിയേ 120, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തോ നിങ്ങളെ 120, കേട്ടോ. ഇതൊക്കെ ഒരു ക്ലൂ ആയിട്ട് അങ്ങ് എളുപ്പവഴിക്ക് പറഞ്ഞ കേട്ടോ. ഇതിലൊക്കെ ലീനിയർ പെയർ, അഡ്ജസൻ്റ് ആംഗിൾ ഇങ്ങനെയൊക്കെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉണ്ട്, എന്നാലും എളുപ്പവഴിക്ക് ഞാനങ്ങ് പറയാം കേട്ടോ. അഡ്ജസൻ്റ് ആംഗിൾ, എന്ത് ഈ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇങ്ങനൊരു വര വരയ്ക്കുക, അതിനകത്ത് നമ്മൾ ഓർമ്മയുണ്ടോ, റേസ് അല്ലേ, പോയിന്റിൽ നിന്നും പോകുന്ന ഈ വരയ്ക്ക് നമ്മൾ റേസ് എന്നാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ആംസ്, കേട്ടോ. അങ്ങനെ ആ വെർട്ടക്സ്, ഇതിൻ്റെ ഈ മൂല കോർണർ, കേട്ടോ, വെർട്ടക്സ്, അതിൽ നിന്നും ഞാൻ ഒരു റേസ് കൂടെ വരയ്ക്കുമ്പോഴാണ് എന്താവുന്നത്, ഒരു ആംഗിൾ ആവുന്നത് ഇല്ലേ. ഈ ആംഗിളിനകത്ത് അതായത് ഈ കോർണറിൽ അല്ലെ ഈ വെർട്ടക്സിൽ നിന്ന് ഞാൻ ഒരെണ്ണവും കൂടി വരച്ചെന്ന് വെച്ചോ, മനസ്സിലായോ. അതിനകത്ത് വെച്ച് ഞാൻ ഒരെണ്ണം കൂടെ എന്ന് വെച്ചാൽ ഒരു കോർണറിൽ നിന്നാണ് ഈ ഒരു റേയും പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ആംഗിളായി, 1, 2 ആംഗിളായി. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത്, കേട്ടോ. ഒരൊറ്റ കോർണറേ ഉള്ളൂ, ഈ കോർണറിൽ നിന്നും അല്ലെ ഈ വെർട്ടക്സിൽ നിന്നും പോകുന്ന ഈ ആംഗിളിനെ എന്ത് പറയുന്നത്, അഡ്ജസൻ്റ് ആംഗിൾ, കേട്ടോ. ഒരെണ്ണത്തിൽ നിന്നുമാണ് ഈ രണ്ടെണ്ണവും പോയിരിക്കുന്നത്, അഡ്ജസൻ്റ് ആംഗിൾ, കേട്ടോ. ലീനിയർ പെയർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു വര വരയ്ക്കുക, ആ വരയെ മറ്റൊരു വര വന്ന് മുട്ടുക, അപ്പോൾ എന്താ, ഏതെങ്കിലും ഒരു വശം നമുക്ക് തരും. നമ്മൾ കുറേ ഇപ്പോൾ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ വശം കാണണമെന്നുണ്ടെങ്കിൽ 180 നിന്നും ആ തന്നിരിക്കുന്ന എത്ര ആണോ അതങ്ങ് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ നിങ്ങളെ. എന്ന് പറയുന്ന പോലെ ഇത് എന്താ നോക്കിയേ, 120, വലിയ വരയെ മറ്റൊരു വര വന്ന് മുട്ടി അല്ലേ, ഓപ്പോസിറ്റ് നമുക്ക് കിട്ടി 120, അതിൻ്റെ കൂടെ എത്രയും കൂടി വേണം, 60. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാവുള്ളൂ, കാരണം 120ഉം 60 കൂടെ കൂട്ടുമ്പോഴാണ് 180. ഇനി ഈ 60 തന്നെ അല്ലേ ഇവിടെ 60. ഇത് നോക്കിയേ, എങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ കൂട്ടിയാലും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 അല്ലേ വരുന്നത് ഇല്ലേ. 120 60 180, 60 120 180, 120 60 180, 60 120 180, കണ്ടോ. ഏത് രണ്ടെടുത്താലും 180 ആയിരിക്കും. ഇവിടെ നോക്കിയേ, അപ്പോൾ ഏതെങ്കിലും ഒരു വശം നമുക്ക് കിട്ടിയാൽ മതി, മറ്റേ വശം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നോക്കൂ നിങ്ങൾ, ഇതാണ്ട് ഞാൻ എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം, എന്താണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഒരു കട്ടയാണ്. നോക്കി, ഇവിടെ ഒരു കട്ടയാണ് കൊടുത്തത്. ഈ കട്ട എന്ന് കാണുമ്പോഴേ നിങ്ങൾ ഓർത്തോണം അല്ലേ, എന്താ, അത് 90 ഡിഗ്രിയാണ് കേട്ടോ. നോക്കി, നിങ്ങൾ നേരെ അതിനെ ഒന്ന് തിരിച്ച് വെച്ച് നോക്കിയേ, കണ്ടോ, നേരെ ഇരിക്കുന്ന ഒരു ആംഗിളാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അത് കൊടുത്തത്. അപ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, ഓപ്പോസിറ്റ് 90 ആയിരിക്കും. ഇവിടെ 90 ആയാലും എന്താ, ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ്. കാരണം നമ്മൾ പഠിച്ചതല്ലേ, നേരെ വരയ്ക്കുന്ന ഇല്ലയോ. ഇവിടെ ഉണ്ട്, ഇതൊരു ലൈനെ നേരെ പെർപെൻഡിക്കുലർ ലൈൻ, ഓർമ്മയുണ്ടോ. അന്നേരം ഇവിടെ ഒരു കട്ടയാണെങ്കിൽ അത് 90ആണ്, ഇത് 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 90 ആണ്. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ് കേട്ടോ. 4 വശവും 90 ആയിരിക്കും കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ അതിനെന്തെങ്കിലും സംശയമുണ്ടോ, നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ 180 വരണം. ആ ഒരൊറ്റ ക്ലൂ പഠിച്ചാൽ മതി. അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ വന്നാൽ അത് 180 ആണ്, ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത നോക്കിയേ, what can we say in general about the 4 angles made by 2 intersecting lines? If the lines are perpendicular to each other, there is not much to say all 4 are 90 degree angles. ഇല്ലേ, എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ 2 വരകൾ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ. ഇവിടെ നോക്കിയേ, 2 വര, ഇതൊരു വര, ആ ഒരു വരയെ വേറൊരു വര മുറിച്ച് കിടക്കുക അല്ലേ. അങ്ങനെ ഇവിടെ എത്ര കോണായി, 1 2 3 4. പൊതുവേ നമുക്കിതിനെ എന്ത് പറയാം എന്നാ ചോദിച്ചിരിക്കുന്നത്. മുറിച്ച് കിടക്കുന്ന വരകൾ ലംബമാണെങ്കിൽ നോക്കിയേ, പെർപെൻഡിക്കുലർ അല്ലേ. കാരണം നോക്കിയേ, ഇവിടെ എന്താ ബോക്സ് അടിച്ചിട്ട് നോക്കി, ബോക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ വരച്ചേക്കുന്നത് അതോ ഇങ്ങനെയാണോ കൊടുത്തേക്കുന്നതെന്നൊരു ക്ലൂ പഠിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ എപ്പോൾ കണ്ടാലും എന്താ, അത് 90 കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാ കോണുകളും എന്താ കുഞ്ഞുങ്ങളെ ഇവിടെ 90 ആണ് കേട്ടോ. അതുകൊണ്ട് ഈ കട്ടയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഇവിടെ 90 ആണെങ്കിൽ ഒന്നും പറയണ്ട, ഇപ്പുറത്തും 90. ഇവിടെ 90 ആണെങ്കിൽ ഒന്നും പറയണ്ട, ഇപ്പുറത്തും 90.
കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞ ഓരോന്നും ടെസ്റ്റിലെ തന്നെ ഞാൻ എഴുതി പോവുകയാണ് കേട്ടോ. അത്രയും ഓക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് വൺ ലൈൻ ഈസ് എ ബിറ്റ് സ്ലാൻഡഡ്, അല്പം ചരിഞ്ഞ വരെ ആയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വി ഗെറ്റ് ടു സ്മാൾ ആംഗിൾസ് ആൻഡ് ടു ലാർജ് ആംഗിൾസ്, വാട്ട് ഈസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദം. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ ചെറിയതാണ് അല്ലേ, ഇവിടെ വലുതാണ് അല്ലേ, ഇവിടെ നോക്കിയാൽ ചെറുതാണ്, ഇവിടെ വലുതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഈ രണ്ട് ചെറിയ കോണുകളും രണ്ട് വലിയ കോണുകളും തമ്മിലുള്ള ബന്ധം ഞാൻ അതിൻ്റെ പച്ച ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾ നോക്കിയേ. വെൻ ടു ലൈൻസ് ഇൻ്റർസെക്റ്റ് 4 ആംഗിൾസ് ആർ ഫോംഡ്. In the lines are perpendicular to each other, all 4 are 90 degree angle. If the lines are slanted, there are 2 small angles and 2 large angles in these. അല്ല, മനസ്സിലായോ? നമ്മൾ 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നു. നമ്മൾ കുറേ പറഞ്ഞതാണ് അല്ലേ, 2 കോണുകൾ തങ്ങളിൽ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇപ്പം ഇതൊരു ലൈനാണ്, അതിൻ്റെ നേരെ ആയിരിക്കണം, നേരെ താപ്പോട്ട് വരയ്ക്കുന്നതിന് പെർപെൻഡിക്കുലർ, നേരെ താപ്പോട്ട് കണ്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് നേരെയാണെങ്കിൽ അത് 90 ആണ് അല്ലേ. ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ്, ഇവിടെയും 90. നമ്മളിപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് അതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ അല്ലേ. 2 വരകൾ മുറിച്ചു കിടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടാവുന്നു. അവ പരസ്പരം ലംബമാണെങ്കിൽ 4 കോണുകളും എത്ര നോക്കിയേ, ലംബമാണെങ്കിൽ 4 കോണുകളും. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇത് പരസ്പരം ലംബമാണെങ്കിൽ അല്ലേ, എന്താ കൊടുത്തേക്കുന്നുണ്ടോ, പെർപെൻഡിക്കുലർ, ലംബമാണെങ്കിൽ എന്താ, അത് 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഈ വര ഇപ്പം നമ്മൾ വരച്ചു, ഈ വര ഇപ്പം നേരെ ആയപ്പോഴാണ് 90. ഈ വര ചരിഞ്ഞതാണെങ്കിൽ, ഇച്ചിരി ചരിച്ച് വരയ്ക്കുകയാണെങ്കിൽ എന്നാ നമ്മളോട് ചോദിച്ചത്. ചെറുതും 2 കോണുകളും, ഒരു നോക്കിയേ, ഇത് ചെറുതാണ്, ഇത് നോക്കിയേ വലുതാണ്, ഇത് ചെറുതാണ്, ഇത് നോക്കിയേ വലുതാണ് അല്ലേ. 2 ചെറിയ ആംഗിളുകളും 2 വലിയ ആംഗിളുകളുമാണ് നമുക്ക് കിട്ടുന്നത്. ആംഗിൾ എന്ന് വെച്ചാൽ കോണാണേ. 2 ചെറിയ കോണുകളും 2 വലിയ കോണുകളുമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ, ഒന്നുകിൽ ഇത് നേരെ ആയിരിക്കണം, നേരെയാണെങ്കിൽ നമ്മൾ പഠിച്ചു 90 ആണ്, 4 വശവും 90 ആണ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനി അതല്ല, ചെറിയ ചരിവ്, ഇനിയിപ്പോൾ ഇങ്ങോട്ടായിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ, അപ്പോഴും നോക്കിയേ ഇത് വലിയതല്ലേ, ഇത് വലിയ ആംഗിളും ഇതും വലുതാണ്, പക്ഷേ ഇത് നോക്കിയേ ചെറിയതാണ്. അപ്പം ഏതാ, 2 എണ്ണം എപ്പോഴും എന്തായിരിക്കും, ചരിഞ്ഞ വരകളാണെങ്കിൽ 2 കോണുകൾ എപ്പോഴും ചെറുതുമായിരിക്കും. ഓക്കെ, 2 സ്മാൾ ആംഗിൾസ് ആൻഡ് എന്താ 2 ലാർജ് ആംഗിൾസ് ഇൻ ദീസ്. സ്ലാൻഡഡ് ആണെങ്കിൽ കേട്ടോ, ചരിഞ്ഞതാണെങ്കിൽ സ്ലാൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞത് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും സ്ലാൻഡഡ്. പിന്നെ പറഞ്ഞോക്കെ, ബോത്ത് ദ സ്മാളർ ആംഗിൾസ് ഹാവ് ദ സെയിം മെഷർ. ചെറിയ കോൺ 2നും ഒരേ അളവാണ്. ചെറിയ കോൺ 2നും ഇവിടെ മേളിൽ തന്നിട്ടുണ്ട്. ഈ 2 എണ്ണവും ഇപ്പം ഇവിടെ 30 കുഞ്ഞുങ്ങളെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും 30 ആയിരിക്കും. ഇപ്പം പിടികിട്ടിയോ? അതാ, ബോത്ത് ദ സ്മാളർ ആംഗിൾസ് ആവ് ദ സെയിം മെഷർ ആയിരിക്കും, ബോത്ത് ദ ലാർജർ ആംഗിൾസ് ആവ് ദ സെയിം മെഷർ ആയിരിക്കും. എന്താ ഇവിടെ അപ്പം എത്രയായിരിക്കും? ചാടിക്കയറി നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ആണ്. അപ്പം 30 പോയാൽ ബാക്കി 150 ആണ്. ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ എത്ര? 180 ആയിരിക്കും കേട്ടോ. ദ സം ഓഫ് സ്മാൾ ആംഗിൾസ് എഴുതി വെച്ചേക്കുന്നുണ്ടോ. ദ സം ഓഫ് സ്മാൾ ആംഗിൾസ് ആൻഡ് ലാർജ് ആംഗിൾ 180. ഇവിടുത്തെ സം എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ഇത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നേ? 180. ഇത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നേ? 180. ഇത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നേ? 180 കേട്ടോ. ഓക്കെ ആണോ? ആ തീറം പഠിച്ചില്ലേ? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടെ കൂട്ടിയാൽ എത്ര വരണം നോക്കി. ഇത് ചെറുത്, ഇത് വലുത്, ഇത് ചെറുത്, ഇത് വലുത്, ഇത് വലുത്, ഇത് ചെറുത്, അടുത്തടുത്ത 2 എണ്ണം തങ്ങളിൽ കേട്ടോ. കൂട്ടിയാൽ എന്തായിരിക്കണം? 180 ആയിരിക്കണം കേട്ടോ. ഇനി മറ്റൊരു രീതി പറയാം. ഇവിടെ നോക്കിക്കേ, ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻ ക്യാൻ ബി പെയർഡ് ഇൻ വേരിയസ് വേ. ലുക്ക് അറ്റ് ദീസ് 4 പെയർ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് മറ്റു തരത്തിൽ പറയാവുന്ന 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ നോക്കിയേ, ഈ ഒരു വരെ മറ്റൊരു വര മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ പലതരത്തിൽ ജോഡികളാക്കാം. 4 ജോഡികൾ നോക്കൂ എന്നാണ്. ഇത് നോക്കിയേ, ഇത് ചെറുതാണ്, ഇതിപ്പോൾ 30 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30. ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ചെറുതല്ലേ, ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അപ്പോൾ ഇതോ 180 ആണെങ്കിൽ ഇതും 180 ആയിരിക്കും. എന്ന് വെച്ചാൽ ചെറിയ 2 എണ്ണം നോക്കിയേ വലുത്. ഇനി നോക്കിയേ, ഇത് നോക്കിയേ, അതായത് ഇത് തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര പറഞ്ഞാൽ, ഇത് രണ്ടും ഞാനത് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞത് കൊണ്ടാണ്. ഇത് 2 കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180.
അല്ലേ? ചെറുതും വലുതും കൂടി കൂട്ടുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇത് അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം കുഞ്ഞുങ്ങളെ? അതിന് അത്രേ ഉള്ളൂ. ഇതിനകത്തിൽ വേറെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട, അല്ലെങ്കിൽ എല്ലാം കൂടെ ചിലപ്പോൾ തെറ്റിപ്പോവും. അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് പേജ് നമ്പർ 136 ഒരു ഇത് പറയുന്നുണ്ട്. എന്താണ് അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഒരു മാർക്കിന് ചോദിക്കാം. ഓരോ ജോഡിയിലും 2 കോണുകളും അടുത്തടുത്താണല്ലോ. ഓരോ ജോഡി എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇതൊക്കെ 1 2 3 4 ആംഗിളുകൾ ഇടുന്നുണ്ട്. ഈ അടുത്തടുത്ത ആംഗിളുകൾ അല്ലെങ്കിൽ സമീപ കോണുകൾ എന്താ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. അടുത്തടുത്ത ആംഗിളുകൾ, അതായത് നോക്കിയേ, ഒരു സ്ട്രെയിറ്റ് ആംഗിൾ വരച്ചിരിക്കുകയാണ് അല്ലേ? ഇതിൽ നിന്നുമാണ് ഈ ഒരൊറ്റ വെർട്ടക്സിൽ നിന്നുമാണ് ഈ കോണും പോയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു വെർട്ടക്സിൽ നിന്ന്, വെർട്ടക്സ് എന്ന് വെച്ചാൽ ഒരു മൂലയിൽ നിന്നും നമ്മൾ ഇങ്ങനെ പോകുന്ന ആംഗിളുകളെ പറയുന്ന പേരാണ് അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചാൽ ഓരോ ജോഡിയിലും 2 കോണുകളും, ഇവിടെ 2 നോക്കി, ഇതിൽ 2 കോണില്ലേ, 2 കോണുകളും അടുത്തടുത്താണ് കേട്ടോ. ഇവയുടെ സമീപത്ത് കിടക്കുന്ന കോണുകൾ, ഇപ്പം ഈ കോണിൻ്റെ സമീപത്ത് കിടക്കുന്ന ഇതാണ്. അപ്പോൾ അതിനെ അഡ്ജസൻ്റ് ആംഗിൾ, അടുത്ത് കിടക്കുന്ന ആംഗിൾ. മനസ്സിലായോ? ഒരു വെർട്ടക്സ് അല്ലെങ്കിൽ ഒരു മൂല അല്ലെങ്കിൽ ഒരു കോർണർ, ഇതിൽ നിന്നാണ്ട് നമ്മൾ പറഞ്ഞില്ലേ റേയ്, അതിൽ നിന്ന് ഞാനൊരു ആംഗിൾ വരച്ചു. ഒരു റൈറ്റ് ആംഗിൾ ഞാൻ വരച്ചു. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുക, വേറെ ഒരു ആംഗിളും കൂടെ ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ വെർട്ടക്സിൽ നിന്നുമാണ് ഈ പോയിരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ളത് തന്നെ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എതിർ കോണുകൾ എന്താണ്? ഇൻ ഈച്ച് പെയർ 1 ആംഗിൾ ഇൻ ഓപ്പോസിറ്റ് ദ അതർ ദേ മെയ്ഡ് വിത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ്. അതായത് ഓരോ ജോഡിയിലും ഒരു കോണിൻ്റെ എതിരെയാണ് മറ്റേ കോണ്. അവയെ നമ്മൾ എതിർ കോൺ അല്ലെങ്കിൽ ഇപ്പം, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണിത് അല്ലേ? ഇതിപ്പം ഞാൻ പറയാം 40 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും 40 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 180 നിന്ന് 40 പോയാൽ 140. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് 140 കേട്ടോ. ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾ. എന്താണെന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ, ഓപ്പോസിറ്റ്. അപ്പോൾ അവ തമ്മിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നോക്കിയേ. ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ, 2 വരകൾ മുറിച്ച് കിടക്കുമ്പോൾ 4 കോണുകൾ. 2 വരകൾ, ഈ ഒരു വര ഇതെന്താ, അതിനെ മുറിച്ച് കിടക്കുകയാണ്. നോക്കി, ഇങ്ങോട്ട് മുറിച്ച് കിടക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 1 2 3 4 ആംഗിൾ അല്ലെ 4 കോണുകൾ അവിടെ ഉണ്ടായി. ഓരോ ജോഡി സമീപ കോണുകളുടെ തുക, ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ. നോക്കിയേ, സമീപത്ത് കിടക്കുന്ന കോണുകളുടെ തുക ഒറ്റയടിക്ക് തന്നെ ആദ്യമൊട്ടേ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തടുത്ത് കിടക്കുന്ന 2 എണ്ണത്തിൻ്റെയും തുക എത്ര? 180 അല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ട്? ഇത് നോക്കൂ നിങ്ങളെ, 140 40 180. ഇത് നോക്കിയേ, അടുത്തടുത്ത് ഏത് കൂട്ടിയാലും എത്ര വരും? 180. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? ഈക്വലും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ക് ഒന്നാമത്തെ ചെയ്യാം. നോക്കിക്കേ, പേജ് നമ്പർ 136 ഒന്നാമത്തെ കണക്ക്. ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ദ സം ഓഫ് 2 ആംഗിൾ ഈസ് 100. കാൽക്കുലേറ്റ് ഓൾ ദ 4 ആംഗിൾ കേട്ടോ. അങ്ങനെ ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കത് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. 2 വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന, അതായത് 2 വരകൾ ഞാൻ പറയാം. ഇപ്പം താഴെ നമുക്ക് നേരെ ഒരു വര, സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇതിനെ വേറൊരു വര വന്ന് മുറിച്ച് കടക്കുക. ഞാനിപ്പോൾ ഏതാണ്ടേ വേറൊരു വര വന്ന് മുറിച്ച് കടന്നു. കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, മുറിച്ച് കടന്നു കേട്ടോ. കാരണം മെഷർ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 2 വരകൾ മുറിച്ച്, ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുന്ന 4 കോണുകളിൽ 1 2 3 4 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. 4 കോണുകളും കണക്കാക്കുക. 2 കോൺ, ഏതോ 2 കോണുകളുടെ, 4 അല്ല 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ് കേട്ടോ. ദ സം ഓഫ് 2 ആംഗിൾ ഈസ് 100 ഡിഗ്രി. 2 എണ്ണത്തിൻ്റെ തുക 100 വരണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 2 എണ്ണത്തിൻ്റെ തുക 100 ഡിഗ്രി ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ തുക എത്ര ആയിരിക്കും? 50 ആയിരിക്കണം അല്ലേ? ഒരെണ്ണം 50 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വശം 50 ഡിഗ്രി എഴുതി. മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും എത്ര? 50 തന്നെയല്ലേ? നമ്മളിപ്പോൾ കുറേ പഠിച്ചു അല്ലേ? മനസ്സിലാക്കി പോണേ. നമ്മളോട് പറഞ്ഞ 2 കോണുകളുടെ തുക,
അടുത്തടുത്താവുമ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് അടുത്തടുത്ത് വരണമെങ്കിൽ അത് 180 ആയിരിക്കും. അത് നമുക്കറിയാം. അടുത്തടുത്തതാണെങ്കിൽ ഇത് അടുത്തടുത്തതാണോ? അല്ല. ഏതെങ്കിലും രണ്ട് കോണുകളുടെ തുക 100 ആവണം. ഏതെങ്കിലും രണ്ട് വരണമെങ്കിൽ എന്താ, ഓപ്പോസിറ്റ് ഒരുപോലെ വരണ്ടേ. അപ്പം നമുക്ക് അതൊന്ന് മനസ്സിലാക്കി തന്നെ പോണേ കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 150 അല്ലെ 70 80 ഒക്കെ ആയിരിക്കും ചോദിക്കും. അപ്പോൾ പറയൂ, ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയല്ലേ. നിങ്ങളെ മനസ്സിലാക്കി വേണം പോവാൻ കേട്ടോ. ഏതാ രണ്ട് കോണുകളുടെ, ഇപ്പം ഇത് നമുക്കറിയാം, ഇത് മൊത്തം 180 ആണ് കേട്ടോ. ഇവിടെ അതുപോലെ എന്താ, ഇങ്ങോട്ടും 180 വരണം കേട്ടോ. ഫുൾ എന്താ 360 വരണം കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. കാരണം ഇൻ്റർസെക്റ്റ് ചെയ്തു, അപ്പം 4 കോണുകൾ വന്നു. അപ്പോൾ അത് മൊത്തം കൂട്ടുമ്പോൾ 360 വരണം. നമുക്ക് ഫസ്റ്റ് താണ്ട മേളിലത്തെ കാണാം, അതുകൊണ്ട് ഇത്രയും കാണാം. അപ്പോൾ അതിൽ 50 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാ, 180 നിന്നും 50 അങ്ങ് കുറച്ചാൽ ബാക്കി 130 വലിയ ആംഗിൾ നമുക്ക് കിട്ടിയത്. 130 കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചാൽ രണ്ട് കോണുകളുടെ തുക 100 വരണം. നോക്കിയേ, 100 വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എത്ര, 50ഉം 50ഉം 100 രണ്ടെണ്ണം കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടുത്തടുത്ത രണ്ട് കോണുകൾ തങ്ങളിൽ ഒരു ജോഡി സമീപ കോണുകളുടെ തുക, സമീപത്തുള്ള കോണുകളുടെ തുക എത്ര വരണം അല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സം ഓഫ് ഈച്ച് പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ, സമീപ കോണുകൾ അടുത്ത കോണുകൾ കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ ഇതിൻ്റെ കൂടി ഇതുകൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 130 ഡിഗ്രി. നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ രീതി തന്നെ കുഞ്ഞുങ്ങളെ. നോക്കിയേ, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര, ഏത് രണ്ടെണ്ണം വീതം എടുത്ത് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, 180 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഓക്കെ. ഇൻ ദ ഫോർ ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്, അതിൽ 1 ആംഗിൾസ് ഈഫ് ഹാഫ് ഓഫ് അനദർ, കാൽക്കുലേറ്റ് ഓൾ ദ 4 ആംഗിൾസ്. രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ പകുതിയാണ്. ഇതൊക്കെ വെറൈറ്റി ചോദ്യം കേട്ടോ. എന്താ, രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ എന്താ, മറ്റേ 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ പകുതിയാണ്. ഒരു കോണ് മറ്റേ കോണിൻ്റെ പകുതിയാണ്. എങ്ങനെ എഴുതും നമ്മൾ, അത് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഞാൻ 100 ഡിഗ്രി എടുത്ത് ഒരു കോൺ വരച്ചു. ഒരു സൈഡ് 100 എടുത്തു. ഇതിൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ, ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 50 അപ്പോൾ നോക്കിയേ, 150 വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വരുമോ, ഇല്ല. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കണം കേട്ടോ. മനസ്സിലായോ? ഞാൻ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ടെണ്ണം സമീപ കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം, 150 വരണം. പക്ഷേ ഇവർ തന്നിരിക്കുന്നത് രണ്ട് വശങ്ങൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ പകുതി ആയിരിക്കണമെന്നാണ്. പകുതി. ഇപ്പം ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോൺ എടുക്കുക. ഇപ്പം ഞാൻ 140 എന്ന് പറയുന്ന ഒരു കോണ് ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇതിൻ്റെ പകുതി എത്ര, 70. നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരുമോ, 0 7 4 11. നോക്കിയേ, 210 വന്നേ. അപ്പോൾ അത് വരുമോ, ഇല്ല. അടുത്ത ഇപ്പം ഞാൻ 90 എടുക്കാം. 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക, 45. എല്ലാത്തിൻ്റെയും പകുതി എടുക്കാനാണ് കേട്ടോ. മനസ്സിലാക്കണേ, അതിൻ്റെ പകുതി ആദ്യം എടുക്കുന്നതിൻ്റെ പകുതി. 90 45 5 9 10 11 12 13 135 വരുന്നുള്ളൂ. അപ്പോൾ അത് വരുമോ, ഇല്ല. ഇനി ഞാനൊരു 120 എടുക്കുക. 120 അതിൻ്റെ കൂടെ ഞാനൊരു 60, അതിൻ്റെ പകുതി എത്ര, 60 കൂടെ കൂട്ടിയപ്പോൾ നോക്കിയേ, 180 കിട്ടി. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി വേണം കേട്ടോ. നമ്മൾ ചാടി കയറി എഴുതരുത്, എങ്ങനെ കിട്ടി എന്ന് എഴുതണം. അതായത് ഒരു ആംഗിൾ എടുക്കുക നമ്മൾ, ആ ആംഗിളിൻ്റെ പകുതി കൂടി കൂട്ടുക. അപ്പം നമുക്ക് എത്ര വരണം, 180 വരണം. ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കുക, അതിൻ്റെ പകുതി. ഞാൻ 100 എടുത്തു, അതിൻ്റെ പകുതിയുടെ കൂട്ടിയപ്പോൾ 180 വരുന്നില്ല. 140 എടുത്തു, അതിൻ്റെ പകുതി എടുത്തു, വരുന്നില്ല. 90 എടുത്തു, പകുതി എടുത്തു, വരുന്നില്ല. 120 എടുത്തു, അതിൻ്റെ പകുതി എടുത്തു, അപ്പോഴാണ് വന്നത് കേട്ടോ. അപ്പം ഒരു സൈഡ് എത്ര വരും, ഇവിടെ അളന്ന് വരയ്ക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അളന്ന് വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു വര വരച്ചു. നമുക്കറിയാം 60 എന്ന് വെച്ചാൽ 90-നേക്കാൾ കുറവാണ്. അപ്പോൾ എന്തായിരിക്കും, അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, കുനിഞ്ഞിരിക്കുന്ന ആംഗിൾ അല്ലേ, കുനിഞ്ഞ് അല്ലേ. എൻ്റെ 90-നേക്കാൾ കുറവായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ചരിച്ച് വരയ്ക്കണം. അതൊക്കെ ലോജിക്കായിട്ട് നമുക്ക് ചിന്തിച്ചിടോ, ചരിഞ്ഞ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു വശം എത്രയാണെന്നാണ് പറഞ്ഞത്, നമ്മൾ 120 ഞാൻ ഇവിടെ എടുത്തതെങ്കിൽ മനസ്സിലാക്കണേ, 120ൻ്റെ പകുതി എത്ര, 60. അപ്പോഴേ നമുക്ക് എന്ത് വരത്തുള്ളൂ, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പം 180 വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 120 ഇവിടെ 60 ആണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ എന്തോ ഒരുപോലെ ആയിരിക്കുമെന്ന് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ എക്സസൈസ്. പക്ഷേ ഇത് ചെയ്യാൻ അറിയണേ കേട്ടോ. അതിനാണ് ഞാൻ ഇത്രയും ഇത് തന്നിട്ട് പറഞ്ഞത്. നമ്മൾ ആദ്യം എടുത്ത് നോക്കണം, എന്നിട്ട് അതിൻ്റെ പകുതി കൂടി എടുത്ത് കൂട്ടണം.
അന്നേരം 120 120ൻ്റെ പകുതിയായ 60 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 180 കിട്ടിയത്. അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടോ നിങ്ങളെ? അതുകൂടെ അങ്ങ് നോക്കാം. എന്നാണ്ടേ ഇത് 2 പിക്ചർ below show lines passing through a point. The measure of a sum of the angle are given in each. Calculate the other marked angles in each. കണ്ടോ, ഇങ്ങനൊരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് പറയാൻ പറ്റുമോ? നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഏതാണ്ട് ഇവിടെ 40 ഉണ്ട് അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും എന്തുമായിരിക്കും? 40 ആയിരിക്കും. എന്തെങ്കിലും സംശയം? എളുപ്പമല്ലേ? ഇവിടെ 40. നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഏറ്റവും മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആയത് കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 40. അപ്പം നമുക്ക് 2 വശം കിട്ടിക്കഴിഞ്ഞു. പിന്നെ നോക്കിയേ, ദാണ്ട് ഇവിടെ ഒരു കട്ട കൊടുത്തേക്കുന്നത് കണ്ടോ? ആംഗിൾ ആണോ നോക്കി? ഒരു കട്ട എവിടെ കണ്ടാലും എത്ര? 90 ഡിഗ്രി. കണ്ടോ, 90 ഡിഗ്രി കിട്ടി. അപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ 90 കിട്ടി, ഇവിടെ 40 കിട്ടി. ഇനി ഇവിടെയും കൂടെ കിട്ടിയാൽ പോരായോ? അതിനെന്തോ ചെയ്താൽ മതി? ഈ 90 40 കൂടെ കൂട്ടിയിട്ട് 180 അങ്ങ് കുറച്ചാൽ പോരായോ? മനസ്സിലാക്കണേ, 90 ഇവിടെ ഓൾറെഡി കിട്ടി. അതും അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളെ, ഇത് 90 ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും എന്തുമായിരിക്കും? ഇപ്പുറത്തെ സൈഡും 90 അല്ലേ? ഇല്ലേ? അതിൽ 40 ഉണ്ട്. ഇനി എത്രയും കൂടെ വേണം? 50 കൂടെ പോരെ അല്ലേ? 50ഉം 40ഉം അല്ലേ 90. അപ്പം നമുക്ക് ഇവിടെ കിട്ടി 50. അതും എളുപ്പവഴിയായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പെർപെൻഡിക്കുലർ ഒരു ലൈനാണ് പോയേക്കുന്നത്. പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇപ്പുറം നമുക്കറിയാം അവിടെ കട്ടയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 90. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും 90. 90 ഇവിടെ 40 വരെ ഉണ്ട്. അപ്പോൾ എത്രയും കൂടെ മതി? 50ഉം കൂടെ മതി. അപ്പോൾ എത്ര? 90 ഇനി അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് പറക്കി എഴുതിയാൽ പോരെ? ഇവിടെ 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി, ഇവിടെയും 90 ആണ്. ഇവിടെ 50 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയും 50 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ പറക്കി എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്, നോക്കി വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താ തൊട്ടപ്പുറത്ത് അടുത്ത നോക്കിക്കേ, അതിലും ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ അതങ്ങ് പറക്കി എഴുതിക്കോ. ഇവിടെ നോക്കിയേ, ഇവിടെ 60 ഉണ്ട്. അപ്പം നമുക്ക് എന്താ ഇവിടെ 60 എഴുതാം. ഇവിടെ 50 ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ 50 എഴുതാം. ഇവിടെ നോക്കിയേ, ഇത് 50ഉം കിട്ടി 60ഉം കിട്ടി. ഇനി ഇവിടെയും കൂടെ ഉള്ളു അല്ലേ? അപ്പോൾ എന്താ എഴുതി? 60ഉം 50ഉം കൂടെ കൂട്ടണം. 60 50 കൂടെ കൂട്ടുമ്പോൾ 110 കിട്ടി. എത്ര വേണം നമുക്കിത് മൊത്തവും കൂടെ? നമ്മളിപ്പോൾ എത്ര വട്ടം പറഞ്ഞു? എത്ര വേണം? 180. അപ്പം 60ഉം 50ഉം 110 കിട്ടി. ഇനി അപ്പോൾ എത്ര? 70ഉം കൂടെ ആകുമ്പോഴത്തേക്ക് 180 ആയില്ലേ? ഇല്ലയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? 70 കൂടെ ആയപ്പോഴത്തേക്ക് 180 ഇല്ലയോ? ഇനി അപ്പോൾ ആ 70 ഇവിടെ കിട്ടിയെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും? 70 ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമുക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ, ഇനി ഇത് തന്നെയാണോ? എന്നെ ടീച്ചർ അടിക്കുമോ? ശരിയാണോ? നിങ്ങൾ ഈ വലിയ വരയൊന്ന് നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇതിനകത്തിലൊക്കെ വലിയ വര കിടക്കുന്നുണ്ട്. ഇതൊരു വലിയ വരയല്ലേ? ഈ വലിയ വരയുടെ അപ്പുറം എല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. എന്ന് വെച്ചാൽ ഒരു ലൈനെ മറ്റു ലൈൻ വന്ന് ഇത് കൂട്ടിമുട്ടിയതല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് 180 കിട്ടുന്നുണ്ടോ കേട്ടോ? നോക്കിയേ, 7ഉം 6ഉം 15 അല്ലല്ലോ, 7ഉം 6ഉം 130 അല്ലേ? 130ഉം 50ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 180. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് നോക്കിയേ, ഈ വലിയ വര കണ്ടേ, ഈ വലിയ വരയുടെ അപ്പുറം എല്ലാം കൂടെ കൂട്ടി നോക്കിയേ, അപ്പോഴും 180 തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. നിങ്ങളത് എപ്പോഴും ഓർക്കണം. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വര കേട്ടോ. ഇനി അതിനകത്തിൽ എത്ര എണ്ണം വന്നാലും ഇങ്ങനെ എത്ര എണ്ണം വന്നാലും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 വരണമെന്നാണ്. ഞാനൊരു ഹോംവർക്ക് തരാം. എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഹോംവർക്ക് തരൂ എന്ന് കേട്ടോ. അതായത് ഞാനിപ്പോൾ കണ്ടേ ഈ പഠിച്ചതിൽ നിന്നും ഒന്നാമത്തെ ഫസ്റ്റ് നിങ്ങളിതിൻ്റെ ഞാൻ ഇങ്ങനെ വരിക. ഞാനിവിടെ ഒരു 65 ഡിഗ്രി തരുക കേട്ടോ. നിങ്ങളപ്പോൾ ഇവിടെ എക്സ് എത്രയെന്ന് ഇപ്പോൾ ആൻസർ അങ്ങനെയല്ലേ നമുക്ക് പറ്റൂ. എക്സ് ഈസിക്കൽ ടു 1ൻ്റെ എക്സ് ഈസിക്കൽ ടു, അതായത് ഇവിടെ എത്രയെന്ന് കണ്ടുപിടിച്ച് പറയണം കേട്ടോ. ഹോംവർക്കായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. അടുത്ത രണ്ടാമത്തെ 2 എണ്ണം മതി കുഞ്ഞുങ്ങളെ. നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. ഓക്കെ, ദാണ്ടെ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെയും വരയ്ക്കുക കേട്ടോ. നിങ്ങൾ ഈ പടം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ 70 വരച്ചു. ഇവിടെ ഞാൻ ഒരു 40 വരച്ചു കേട്ടോ. 70 ഡിഗ്രി 40 ഡിഗ്രിയും വരച്ചു. നിങ്ങളിതിൻ്റെ എക്സ് എത്രയാണ്, വൈ എത്രയാണ്, ഇസഡ് എത്രയാണ്, എ എത്രയാണ്, ഇതിങ്ങനെ കണ്ടുപിടിക്കണം. ഇവിടുത്തെ എക്സ് എത്രയാണ് കേട്ടോ, വൈ എത്രയാണ്,
ഇസഡ് എത്രയാണ്, എ എത്രയാണ്, ഇത് ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ഇട്ടിട്ട് ആൻസർ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത് ബോറടിക്കണ്ട. 2 എഴുതിയിട്ട് എക്സ് ഈസിക്കൽ ടു എത്ര അല്ലേ, വൈ എത്ര, ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. എൻ്റെ കാണുന്ന കുഞ്ഞുങ്ങൾ ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 നിങ്ങളൊന്ന് ചെയ്തിട്ട് തരാം കേട്ടോ, 1, 2 കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.